ഹലോ, എല്ലാവർക്കും നമസ്കാരം. അതെ, ബ്രക്കോളി ഇഷ്ടമല്ലാത്ത എത്ര പേരുണ്ട്? ആം, ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും ബ്രക്കോളി അത്ര ഇഷ്ടമല്ല അല്ലേ? പക്ഷെ നിങ്ങൾ ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? അതായത് ബ്രക്കോളി മുട്ടയും കൂടി ഇട്ടെടുത്ത തോരൻ. അടിപൊളി ഐറ്റമാണ്. ബ്രക്കോളി ഇഷ്ടമില്ലാത്ത എനിക്കും പേഴ്സണലി ബ്രക്കോളി അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ബ്രക്കോളി മുട്ട അല്ലാതെ വേറെ എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ വേറെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ചെറിയ ഒന്ന് രണ്ട് ഐറ്റംസേ ഉള്ളൂ. അപ്പം അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് നോക്കിയാലോ. വാ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ഞാൻ 250 ഗ്രാം ബ്രൊക്കോളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ പീസായിട്ട് വന്നൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത്. അതിൽ ആ പാക്കറ്റിൽ ക്വാളിറ്റി ചെക്ക്ഡ് ആണെന്നുള്ള, അതായത് മീൻസ് ക്ലീൻഡ് ആണെന്നുള്ള സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ പോലും ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി നല്ല ക്ലീൻഡ് ആണ്, എങ്കിലും റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഫുള്ളൊന്ന് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഇട്ട് വെക്കുവാണ്. ഞാനിവിടെ ബ്രക്കോളി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കാം. ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന കണ്ടാൽ പായലൊക്കെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു അതുപോലെ തോന്നുന്നുണ്ടല്ലേ. ഇപ്പം ബ്രക്കോളി ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്, മെഴുക്കുവരട്ടിക്ക് പറ്റിയ പീസുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസിലേക്കും മഞ്ഞൾപ്പൊടി പിടിക്കുന്ന പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ മഞ്ഞയും പച്ചയും കൂടെയുള്ളൊരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ എനിക്കത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ 1-2 ഐറ്റമേ ഉള്ളൂ. സവാള ഞാൻ ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട് അതിനകത്ത്. കുരുമുളക് നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് ഇടാം. എനിക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണ്ടതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഒരു പാത്രം ചൂടാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓൾറെഡി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഷൂട്ട് ചെയ്തത് കിട്ടിയില്ല. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടുന്നോണ്ട് പിന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ മുട്ടയുടെ കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പിൽ നിർത്തുന്നത്. വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് രണ്ടാമത് ഇട്ടാൽ മതി. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബ്രക്കോളി ഇട്ട് കൊടുക്കാം. വീണ്ടും അത് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. സവോളയും ചില്ലി ഫ്ലേക്സ് ഒക്കെ ബ്രക്കോളിലേക്ക് പിടിക്കാനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബ്രക്കോളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ബ്രക്കോളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. മൂടി വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും തീ കൂട്ടിയിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയാവും. ഒരു പകുതി സമയം കഴിയുമ്പം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇപ്പം ബ്രക്കോളിയൊക്കെ ഒന്ന് പകുതി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം കൂടെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇവിടും തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാവും. ഇപ്പോൾ ബാക്കി സമയം കൂടെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം ബ്രക്കോളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് വെച്ചൊരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ബ്രക്കോളി എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ഒതുക്കി മാറ്റി വെക്കാം. ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ട ഇതിലേക്ക് ആ സൈഡിലേക്ക് മറ്റേ സൈഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്കൊരു 10-15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ ബ്രക്കോളി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രക്കോളിയും മുട്ടയും കൂടെ നല്ലതുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രക്കോളി മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സും കുരുമുളകും ഒക്കെ എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു പ്ലേറ്റ് എടുത്ത് നമ്മുടെ തോരൻ ആ ഒരു ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. നമുക്ക് കഴിച്ചും കൂടെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിവിടെ ബ്രക്കോളി കഴിക്കാൻ എടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തി എൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ബ്രക്കോളി തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. ബ്രക്കോളി മുട്ടയും കൂടെ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ. എനിക്ക് ബ്രക്കോളി എത്ര ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു, പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എന്നാ പറയുക, ബ്രക്കോളിയുടെ ആ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ചപ്പാത്തിയിലൂടെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ. റോൾ ചെയ്ത് കഴിക്കാൻ അടിപൊളിയായി കേട്ടോ. ബ്രക്കോളി ഇഷ്ടമല്ലാത്തവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ കുരുമുളകിൻ്റെ ഒരു എരിവും, ഞാൻ കുരുമുളക് മുട്ടയ്ക്കകത്ത് കൂടുതലിട്ടെന്ന് പറഞ്ഞാൽ എരിവ് കൂടുതലില്ല കേട്ടോ. അത് ബ്രക്കോളിയിലേക്കും കൂടെയൊക്കെ പിടിച്ചപ്പോഴത്തേക്ക് എരിവ് കറക്റ്റ് ബാലൻസ് ആയിട്ടുണ്ട്. ഉപ്പും കറക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ആ ക്രഷ്ഡ് ചില്ലിയുടെ ഒരു ചെറിയൊരു എരിവും എല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവ് ഒട്ടും കൂടുതലല്ല, കറക്റ്റ് എരിവാണ്. ആ ഒരു അളവിൽ തന്നെ നിങ്ങൾക്ക് ചേർക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.